അപ്പൊ നമ്മുടെ ദിയ കൃഷ്ണയുടെ സംരംഭമായിട്ടുള്ള ഓബയോജിയുമായി ബന്ധപ്പെട്ടുള്ള സംഭവം ഇപ്പൊ എവിടെയും എല്ലായിടത്തും ഇത് തന്നെയാണല്ലോ ചർച്ചാ വിഷയം. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്ത്? ആരുടെ ഭാഗത്താണ് ന്യായം? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ നമുക്ക് നോക്കാം. റെഡി? സംഭവം എല്ലാവർക്കും അറിയാലോ. ഈ ദിയ കൃഷ്ണ ഓർണമെന്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു സംരംഭമാണ് ഈ ഓബയോസി. മെയിൻ ആയിട്ട് ഫാൻസി ആഭരണങ്ങളാണ് അതിലൂടെ വിൽപ്പന നടത്തിയിരുന്നത്. ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അത് ഞാൻ സൈഡിൽ കൊടുക്കാം. മെയിൻ ആയിട്ട് അത് ത്രൂ ആയിരുന്നു ഇവർക്ക് കൂടുതൽ വിൽപ്പന നടന്നിരുന്നത്. 100% പരിശുദ്ധമായ 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം മലയിൽ ജുവലേഴ്സ് പ്രൊപ്പറേറ്റർ ഈപ്പൻ മലയിൽ. പിന്നെ ഓൺലൈൻ വെബ്സൈറ്റ് വഴിയും ഇവർക്ക് കച്ചവടമുണ്ട്. എന്നിരുന്നാലും ഇതിന്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് ദിയ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അങ്ങനെയാണ് ദിയ പെട്ടെന്ന് പ്രഗ്നന്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ദിയക്ക് തന്റെ ബിസിനസ്സിലോട്ട് അധികം ഒന്നും തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഗർഭിണികളാകുമ്പോൾ പ്രോപ്പർ റെസ്റ്റ് വേണമല്ലോ. അങ്ങനെയാണ് ദിയ തന്റെ സംരംഭത്തിന്റെ ചുമതല മുഴുവനും 3 ജോലിക്കാരെ ഏൽപ്പിച്ച് റെസ്റ്റ് എടുക്കുന്നത്. ഓരോ വർക്ക് സ്റ്റേഷനിലും അവരുടെ പ്രോഡക്ട്സിന്റെ കോൾസ് മാത്രമേ വരൂ. സോ സ്റ്റിക്ക് ടു ദ ഇൻസ്ട്രക്ഷൻ ഷീറ്റ്. വേറെ ഒന്നും പറയാൻ പോവണ്ട. പറഞ്ഞാൽ യു വിൽ ബി ഫയർഡ്. പിന്നെ കസ്റ്റമേഴ്സിനോട് മാന്യമായി മാത്രമേ സംസാരിക്കാവൂ. നിങ്ങളുടെ എല്ലാ കോൾസും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്തായാലും ബിസിനസിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും തന്നിലേക്ക് വന്നു കണ്ട ഈ 3 പേരെന്താക്കി അവിടെ ചെറിയൊരു തട്ടിപ്പ് പ്ലാൻ ചെയ്തു. അവിടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. അറിയാലോ, ബിസിനസ് ആണ്. ബുദ്ധി ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആണ്. എന്തായാലും ഈ ജോലിക്കാരായിട്ടുള്ള 3 പേര് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ ഓർഡർ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഷോപ്പിന്റെ QR കോഡ് ചോദിക്കുന്ന സമയത്ത് ഈ ജോലിക്കാർ എന്താക്കിയെന്ന് അറിയോ? ഇവരുടെ തന്നെ സ്വന്തം QR കോഡ് അങ്ങ് അയച്ചു കൊടുത്തു. അങ്ങനെ QR കോഡ് വെച്ച് പല കസ്റ്റമേഴ്സും പേയ്മെന്റ് ചെയ്തു. അങ്ങനെ കിട്ടുന്ന പേയ്മെന്റ് ഇവർ 3 പേരും എന്താക്കും? വീതിച്ച് അങ്ങ് എടുക്കാൻ തുടങ്ങും. ഒരു ഓബയോസിന്റെ ഒരു ഓർണമെന്റ്സിന് ഒരു 1500 രൂപയാണ് വിലയെങ്കിൽ ഈ 1500 രൂപ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ 500 വെച്ച് 3 പേരും കൂടെ അങ്ങ് വീതിച്ചെടുക്കും. ഇലക്ട്രിസിറ്റി ബിൽ അടച്ചതുപോലെ ചില്ലറ അടക്കം കൃത്യ തുകയുണ്ട്. നമുക്ക് വീതിക്കാം. ഇപ്രാവശ്യം എനിക്ക് കുറച്ച് അധികം തുക വേണം. ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഈ ഓർഡർ ചെയ്ത കസ്റ്റമറിന് എങ്ങനെ പ്രൊഡക്റ്റ് എത്തിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവർ ഈ സ്റ്റോക്കിന്റെ കണക്കിൽ കൃത്രിമത്വം കാണിക്കും. ഇപ്പൊ ഒരു ഓർണമെന്റ്സ് ഒരു 100 എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അത് അവർ എത്ര 99, 98 എണ്ണമായിട്ട് കാണിക്കും. എന്നിട്ട് ആ കുറവ് കാണിച്ച് അത്രയും മുക്കും. എന്നിട്ട് വേറെന്ത് പണി? നമ്മളെ ചോറല്ലേ പറയടോ നാശമേ. അവരത് ഈ ഓർഡർ ചെയ്ത കസ്റ്റമറിന് എത്തിച്ചു കൊടുക്കും. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ കസ്റ്റമറിന് എന്താണ്? പൈസ അടിച്ചു, ആ പൈസക്ക് വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടി. ദിയ ആണെങ്കിലും ഒരു പച്ചക്ക് വഞ്ചിക്കുകയും ചെയ്തു. ഇതിങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കുറച്ചു കാലം മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ദിയ തന്റെ സുഹൃത്തായിട്ടുള്ള കസ്റ്റമറുമായി സംസാരിക്കുന്നത്. അപ്പൊ അവര് ദിയയുടെ കടയിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ആ കസ്റ്റമർ ദിയയോട് സൂചിപ്പിച്ചപ്പോ ദിയയുടെ മറുപടി ഞാനതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്നുള്ളതാണ്. അങ്ങനെ ഡൗട്ട് തോന്നി ദിയ എന്താക്കി? ഈ ഷോപ്പിലെ കണക്കുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി. അങ്ങനെയാണ് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ദിയ മനസ്സിലാക്കുന്നത്. ചെറിയ ചെറിയ ഓർഡറുകൾ തൊട്ട് വലിയ വലിയ ഓർഡറുകൾ വരെ ഇതേമാതിരി ഇവർ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 50,000 രൂപയുടെ വലിയ ഓർഡർ പോലും ഇവർ യാതൊരു കൂസലും ഇല്ലാതെ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതും ഏകദേശം 10 മാസത്തോളം ഒരു കുഞ്ഞു പോലും ഇത് പുറത്തറിഞ്ഞിട്ടില്ലായിരുന്നു. അതിസമർത്ഥമായിട്ടായിരുന്നു ഇവർ പറ്റിച്ചുകൊണ്ടിരുന്നത്. ഏകദേശ കണക്ക് പ്രകാരം ഈ 10 മാസത്തിനിടയ്ക്ക് ഇവർ 69 ലക്ഷത്തോളം രൂപയാണ് പറ്റിച്ചത്. എത്രയാണ്? 69 ലക്ഷം. മോഷണല്ലേ? മുഖത്ത് നോക്കി പറ. മോഷണല്ലേ അല്ലേ? ചേട്ടൻ എങ്ങനെ മനസ്സിലായി? എന്തായാലും തട്ടിപ്പ് മനസ്സിലാക്കിയ ദിയ എന്താക്കി? ഈ 3 ജീവനക്കാരെ തന്റെ ഫ്ളാറ്റിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അവരെ നല്ല രീതിയിൽ അങ്ങ് ചോദ്യം ചെയ്തു. ദിയയുടെ കുടുംബം മൊത്തം ആ സമയത്ത് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കേണ്ട പോലെ ചോദിച്ചപ്പോ ഇവര് ബബ്ബ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഇവര് തെറ്റ് സമ്മതിച്ചു കേട്ടു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്തായാലും തട്ടിയെടുത്ത പൈസ എന്ത് ചെയ്തെന്ന് ദിയ ചോദിച്ചപ്പോ ഇവരുടെ എല്ലാം മറുപടി എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ചെലവായി പോയി എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ടത് ഇവർ തട്ടിയെടുത്തത് 50,000 60,000 രൂപയൊന്നുമല്ല, 10-60 ലക്ഷം രൂപയാണ്. അത്രയും പണം ഇവര് ദൂർത്തടിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. അത് പിന്നെ അങ്ങനെയാണ്, ഒരു ചൊല്ലുണ്ടല്ലോ, കട്ട പണം കയ്യിൽ നിൽക്കില്ല എന്ന്. എന്തായാലും അവര് കട്ട പണത്തിൽ നിന്നും 8 ലക്ഷത്തോളം രൂപ തിരിച്ചു കൊടുത്തു കേട്ടോ. പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? ഇവര് മൊത്തം കട്ടത്തിൽ നിന്നും ആകെ 15% മാത്രമേ അത് ആകത്തുള്ളൂ. എന്തായാലും ബാക്കി പണം ഉടനെ എത്തിക്കണം എന്നുള്ള രീതിയിൽ ദിയ ഇവർക്ക് എന്താക്കി? ഒരു ആഴ്ചത്തെ സാവകാശം കൊടുത്തു. കൂടാതെ നീ എനിക്ക് തരാനുള്ള കാശും പലിശയും പലിശയുടെ പലിശ. കാശ് ചോദിച്ചപ്പോ നീ ശബ്ദം മാറ്റണ മര്യാദ അവിടെ വരുമ്പോ കാശ് എന്നില്ലെങ്കിലേ ഈ മണവാളനായിരുന്നു നീ അറിയും. എന്തായാലും ഒരാഴ്ച കൊണ്ടൊന്നും ഇവർക്ക് ഇത്രയും പണം ഒപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും ഹ്യൂജ് എമൗണ്ട് ആണല്ലോ. കിട്ടിയ പണമാണെങ്കിലും ഫുള്ളും ദൂർത്തടിച്ച് കളയുകയും ചെയ്തു. അത് ഒരാളെന്ത് വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പണം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഈ 3 തട്ടിപ്പുകാരികൾ എന്ത് ചെയ്തെന്ന് അറിയോ? നേരെ ദിയക്കെതിരെയും ദിയയുടെ അച്ഛനായിട്ടുള്ള കൃഷ്ണകുമാറിനെതിരെയും ഒരു കള്ളക്കേസ് അങ്ങ് കൊടുത്തു. എന്താണ് ആ കേസ്? ദിയയുടെ ഫ്ളാറ്റിൽ നിന്ന് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി തന്റെ കയ്യിൽ നിന്നും 8 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നും പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തത്. ഉടനെ തന്നെ മ്യൂസിയം പോലീസ് കേസ് എടുക്കുകയും ചെയ്തു.
ഇതാണ് പ്രശ്നം. എന്താ ആ കേസ് എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണകുമാറിനെ സ്റ്റേഷനിലേക്കൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവര് കള്ളക്കേസ് കൊടുത്തതോടെ ഈ സംഭവത്തിന് ഭയങ്കര രീതിയിലുള്ള മീഡിയ വിസിബിലിറ്റി കിട്ടി. അത് പിന്നെ ഉറപ്പാണല്ലോ, ദിയാകൃഷ്ണയുമായി ബന്ധപ്പെട്ടുള്ള സംഭവമല്ലേ, എന്തായാലും നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. എന്താ പറഞ്ഞേ? നിങ്ങളോടല്ല, എവളോടാ? എന്തായാലും മീഡിയ വിസിബിലിറ്റി കിട്ടിയതോടെ സംഭവം മാധ്യമങ്ങളിൽ നല്ല രീതിയിൽ ചർച്ചയായിട്ട് മാറി. പക്ഷെ അപ്പോഴും ഇത് ഭയങ്കര കൺഫ്യൂസിങ് സ്റ്റേജിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആരെ ഭാഗത്താണ് ശരി, ആരെ ഭാഗത്താണ് തെറ്റെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ. ഇപ്പൊ എന്നാലും പകരം നടന്ന സംഭവ വികാസങ്ങൾ പലരും കണ്ടു കാണും. ഈ ദിയക്കെതിരെ വ്യാജ കേസ് കൊടുത്ത തട്ടിപ്പുകാരികൾ മീഡിയകളിൽ വന്ന് എന്തൊക്കെയോ പറയുന്നു, ദിയയും അച്ഛനും അപ്പുറത്ത് കിടന്ന് വേറെ എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ ഫുള്ളും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അല്ലേ. സ്വാഭാവികം. എന്തായാലും ആ സമയത്തൊക്കെ ഈ തട്ടിപ്പുകാരികൾ പറഞ്ഞിരുന്ന ന്യായീകരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ദിയെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി താങ്കളുടെ അക്കൗണ്ടിൽ പൈസ നിക്ഷേപിച്ചതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് അല്ലെ. എന്തായാലും മൊത്തത്തിൽ ഒരു കൊഴിഞ്ഞു മറിഞ്ഞ അവസ്ഥയായിരുന്നു. എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ദിയ കൃഷ്ണയുടെ അമ്മയായിട്ടുള്ള സിന്ധു കൃഷ്ണ, ദിയയും ദിയയുടെ ചേച്ചിയായിട്ടുള്ള അഹാന കൃഷ്ണയും കൂടി ഈ തട്ടിപ്പുകാരികൾ സ്വന്തം ഫ്ളാറ്റിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വിടുന്നത്. അതോടെയാണ് സംഭവത്തിന്റെ യഥാർത്ഥ വശം കലങ്ങി തെളിയുന്നത്. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരും. ഓക്കെ, കണക്ക് പ്രകാരം എത്ര തുകയാണ് വന്നത് അത് മുഴുവനും തരാന്ന് ഇവർ ഏറ്റു പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതും പറഞ്ഞിട്ടാണ് ഇവർ ദിയന്റെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി പോയത്. അങ്ങനെ ദിയ കണക്കുകൾ മൊത്തം അയച്ചു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 69 ലക്ഷത്തോളം രൂപ വരും. അതെന്തായാലും ഇവരെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് കണ്ട വഴിയാണ് ദിയക്കെതിരെയും ദിയന്റെ അച്ഛനെതിരെയും കള്ളക്കേസ് കൊടുക്കാന്നുള്ളത്. അതൊരു പുതിയ കാര്യമല്ലല്ലോ. പക്ഷെ അത് ഇവര് വിചാരിച്ച പോലെ അങ്ങോട്ട് ഏറ്റില്ല. എന്തായാലും വഞ്ചന കുറ്റത്തിന് ദിയയും അച്ഛനും തിരിച്ച് അങ്ങോട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നാളെ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പുകളും മറ്റൊക്കെ നടക്കത്തുള്ളൂ. എന്തായാലും ഏകദേശം 90% ഉറപ്പായിട്ടുണ്ട് ഇവര് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കൺഫർമേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. എന്തായാലും ഇവിടെ ദിയ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് വെച്ചാൽ ജോലിയിൽ ആത്മാർത്ഥത കണ്ട് 3 പേര് ആ ബിസിനസ് ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഒരിക്കലും അത് ദിയ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ശരിക്കും പറഞ്ഞാൽ പുറമേ നോക്കുന്നത് പോലെയല്ല ഒരാളുടെ അകം. അതുകൊണ്ട് തന്നെ എന്തൊരു ബിസിനസ് ആണെങ്കിലും അത് ഏൽപ്പിച്ചു പോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാണെങ്കിൽ ആത്മാർത്ഥതയേക്കാൾ ഉപരി വിശ്വാസമുള്ള ആളുകളെ ഏൽപ്പിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. ഇനി എങ്ങനെ ഓജി 69 ലക്ഷത്തോളം രൂപ മേക്കപ്പ് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ അമ്മേ പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ.